ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുനന്ദേ, കൃഷ്ണയ്ക്ക് സത്യത്തിൽ ആരുടെ ചായ ഉള്ളത്? തങ്കയുടെ ആണോ അതോ സിത്താര മാഡത്തിന്റെയോ? അങ്ങനെ പറഞ്ഞാല് അവരുടെ രണ്ടാളുടെ രൂപമല്ലെന്നാ എനിക്ക് തോന്നുന്നേ. കൃഷ്ണയ്ക്ക് വേറെ ഒരു പ്രകൃതമല്ലേ? ആരുടെയെങ്കിലും ഒരാളുടെ മുഖഛായ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കായിരുന്നു. ഇതിപ്പോ ആകെ കൺഫ്യൂഷനാ. അല്ല, സാധാരണ കഥകളൊക്കെ വെച്ച് നോക്കുമ്പോ തങ്ക 2 കുട്ടികളെ പ്രസവിച്ച് കാണും. സിത്താര മേഡത്തിന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു കുഞ്ഞിന് തങ്കയുടെ അടുത്തുനിന്ന് സിത്താര മേഡം വാങ്ങി കാശും കൊടുത്തു കാണും. ഒന്ന് മിണ്ടാതിരിക്കൊന്ന്. അങ്ങനെ കാശ് കിട്ടിയിരുന്നെങ്കിലേ തങ്കേച്ചി ആ കാശ് എന്ത് ചെയ്തു? ഇത്ര ദാരിദ്ര്യത്തിൽ അവര് കിടക്കോ? അതും ശരിയാണല്ലോ. തങ്കേച്ചിയും സിത്താര മേഡവും ഒരുമിച്ചായിരുന്നുവെന്ന് ആ ഫോട്ടോ കണ്ടറിയാലോ. കൃഷ്ണയുടെ ഫോട്ടോ കണ്ടപ്പോ തന്നെ സിത്താര മേഡം അവളെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു. അതിനർത്ഥം എന്താ? കുട്ടികള് സിത്താര മേഡത്തിന്റെ തന്നെ. തങ്കേച്ചി ഒരു കൊച്ചിനെടുത്ത് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. അങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. പക്ഷേ സിത്താര മേഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തങ്ക ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം തങ്ക അവര് കൊല്ലില്ലേ? അത് ചെയ്തില്ലല്ലോ. ഹോ, എന്റെ ഗോപാലേട്ടാ, ആലോചിച്ചിട്ട് എന്നെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നമ്മുടെ ഉറക്കം കളഞ്ഞിട്ട് അവരിപ്പോ സുഖമായിട്ടിടന്ന് ഉറങ്ങായിരിക്കും. അവരാരും ഉറങ്ങുന്നുണ്ടാവില്ല. എന്തായാലും സിത്താര മേഡം പേടിക്കുന്നുണ്ട്. തങ്കയെ പേടിക്കണം. നമുക്കിതിനിടയിലുള്ള ഏക ലക്ഷ്യം തങ്കയുടെ ഓപ്പറേഷനുള്ള കാശ് സിത്താര മേഡത്തിന്റെ വാങ്ങുക എന്നുള്ളതാ. ഗോപാലേട്ടൻ ഈ കഴുത്തിന് മീതെ തലവെച്ച് നടക്കണമെന്ന് ഒരാഗ്രഹമില്ലേ? അവര് തമ്മിലുള്ള ദേഷ്യം മുഴുവൻ അവസാനമേ ഗോപാലേട്ടനോടാ തീർക്ക. എന്തായാലും ഇത്രയും ദൂരം നമ്മൾ അതിന്റെ പിന്നാലെ നടന്നില്ലേ? ഇനി അതിന്റെ നെറുകയിലെത്തിട്ട് ഞാൻ അടങ്ങും. തങ്കേച്ചി എന്തായാലും ജീവിക്കണം. ജീവിച്ചിരുന്നാലല്ലേ തർക്കവും ബഹളമൊക്കെ. ഹാ, ഈശ്വരൻ എല്ലാം വേർതിരിച്ച് കാണിച്ചു തരട്ടെ. ആഭരണങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമാണ് അവൾ വന്നതെന്ന് ഞാൻ വിശ്വസിക്കില്ല സുമിത്രേ. അതെനിക്കും തോന്നി. എന്താ അവളുടെ മനസ്സിലെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അല്ല, എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ആകുന്നേ? എനിക്ക് തോന്നിയതൊന്നുമല്ല, ശരിക്കും അതിനകത്ത് നാഗമുണ്ട്. നേരാമേ, ഈ അനുഭവം എനിക്കും ഉണ്ടായതല്ലേ. അന്ന് ഞാനും കണ്ടതല്ലേ നാഗത്തിനെ. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? ഈ പട്ടാപ്പകല് തറവാടിനകത്ത് നാഗത്തിനെ കണ്ട് പേടിക്കാന്ന് പറഞ്ഞാ നാണമില്ലേ നിങ്ങൾക്ക്? അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലും വരണം, എങ്കിലേ പഠിക്കൂ. വൈകാതെ അതുണ്ടാകട്ടെ. എന്റെ പൊന്നു നിർമ്മലേ, അമ്മയും മോളും കണ്ട് പേടിച്ചു. ഇനി ഞാനും കൂടി വിഷപ്പാമ്പിനെ കണ്ട് പേടിക്കണം. നിർമ്മലേ, നിനക്ക് വേറെ ഒരു പണിയില്ലേ നിർമ്മലേ? എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഉദേട്ടാ, നമ്മൾ കാണുന്നതിനും അപ്പുറത്ത് നമ്മുടെ തറവാട്ടില് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതോരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ജീവൻ വെച്ചിട്ടുള്ള കളിയൊന്നും വേണ്ടമ്മേ.